വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. ഇന്നത്തെ ട്രിപ്പിൽ ഞങ്ങൾ മാത്രമല്ല, കൂടെ കുറേ ഫാമിലീസും ഉണ്ട്, ഫാമിലി ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് റോസ് ഐലൻഡ്, ആൻഡമാനിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഐലൻഡ് എന്ന് നമുക്ക് വേണേൽ പറയാം. അങ്ങനെ കുറേ ഫാമിലീസും ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം. അങ്ങനെ എല്ലാവരും ബോട്ടിലേക്ക് കയറുവാണ്. ഒരു 45 മിനിറ്റോളം ഉള്ള യാത്രയായിരുന്നു ആ ഒരു റോസ് ഐലൻഡിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോട്ട് യാത്ര ഫ്രണ്ട്സുമായിട്ടൊക്കെയുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. എക്സ്പീരിയൻസും ഹാപ്പിയുമാണ്. പിള്ളേർക്കാണ് അതിലേറെ ഹാപ്പി. കാരണം ഒരുപാട് ഫ്രണ്ട്സിനെ അവർക്ക് നമ്മൾ ഈ പോകുന്ന യാത്രകളിൽ തന്നെ കിട്ടുമല്ലോ. അങ്ങനെ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ഫീലിംഗ് ആട്ടോ ഈ കടലിലേക്ക് നോക്കി യാത്ര ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്. പ്രത്യേകം നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത് നമ്മൾ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന് കറക്റ്റ് ഒരു 45 മിനിറ്റോളം ഉള്ള കടൽ യാത്രയ്ക്ക് ശേഷം നമ്മൾ റോസ് ഐലൻഡിലേക്ക് എത്തുവാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പണി കഴിപ്പിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഐലൻഡിലേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങിയ സമയത്ത് എവിടെ പോയാലും മഴ കാണുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ സംഭവിച്ചു. നല്ല മഴയാണ്. പിന്നെ കണ്ടൊരു കാഴ്ച കേട്ടോ, ഈ മീൻ. കടലെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗ്രീൻ കളർ സീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടിഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ മീനും ഒരുപാട് ശംഖുകളും ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. മഴ വരുന്ന സമയത്ത് നല്ല ഭംഗിയാട്ടോ ഈ സീ കാണാനായിട്ട്. കറക്റ്റ് നല്ല ഗ്രീനിൽ തന്നെ നമുക്ക് ഈ സീൻ കാണാനായിട്ട് പറ്റും. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ ഏകദേശം പെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞതുപോലെ ഫുള്ള് മഴ നനയേണ്ടി വരുമെന്നാണ് തോന്നുന്നതല്ല, ഫുള്ള് മഴ നനഞ്ഞു. അങ്ങനെ ഐലൻഡിലേക്ക് കയറിയപ്പം ഈ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളെ വരവേറ്റത്. ഫുൾ മാൻകൂട്ടങ്ങൾ. കലമാനില്ലേ, കലമാൻ, അതിൻ്റെ ഒരു ടൈപ്പ് മാനുകളാട്ടോ ഇത്. നല്ല ഭംഗിയുള്ള മാനുകൾ. ഒരു മാൻ ഒഴിച്ച് ബാക്കി എല്ലാ മാനും വെറും പാവം മാനുകളായിരുന്നു കേട്ടോ. ഈ ഒരു മാൻ കുറച്ച് അഗ്രസീവ് ആയിരുന്നു. നമ്മൾ അടുത്ത് ചെന്ന് തൊടാനോ എടുക്കാനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാലായിട്ട് അത് കൊമ്പ് വെച്ച് നമ്മളെ ഇടിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ മാനിനെ നോക്കാൻ നിൽക്കുന്ന ഒരു ലേഡിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ അടുത്ത് വലിയ കുഴപ്പമില്ല. പക്ഷേ ബാക്കി നമ്മൾ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ കൊമ്പ് വെച്ച് ആ ഒരു മാൻ ഇടിക്കും. ആ ഒരു മാൻ മാത്രമേ ഉള്ളൂ, ബാക്കി മാനുകളൊന്നും കുഴപ്പമില്ല. അപ്പോൾ പിള്ളേർക്ക് ആദ്യം പേടിയായിരുന്നു തൊടാനായിട്ട്. പിന്നെ ധൈര്യം സംഭരിച്ച് അടുത്തടുത്ത് പോയി തൊട്ടപ്പോഴത്തേക്ക് എല്ലാവരുടെയും പേടി മാറി. പിന്നീട് മഴയൊക്കെ തോർന്നതിന് ശേഷം ഈ ഒരു വണ്ടി വന്നു. ഇതെന്ന് വെച്ചാൽ ഐലൻഡ് ഫുള്ള് നമുക്ക് ചുറ്റി കാണാനായിട്ട്, എല്ലാ കാര്യങ്ങളും കാണിക്കാനായിട്ട് ഉള്ള വണ്ടിയാണ്. നടന്നും പോവാം, നടക്കേണ്ടവർക്ക് നടക്കാം. പക്ഷേ അത്യാവശ്യം നടക്കാനുള്ളത് കൊണ്ട് തന്നെ പലരും ഈ വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ 3 വണ്ടിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2ാമത്തെ വണ്ടിയിലാണ് കയറിയത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് തുടങ്ങി. ഒരുപാട് കാഴ്ചകളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനത്തെ വണ്ടി കയറുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
के नाम से आइलैंड का नाम रॉस आइलैंड रखा गया और 2018 में से नामचीन पेंगुइन नेताजी सुभाष चंद्र बोस से रखा गया है अभी के टाइम। और इधर सब कुछ है ब्रिटिश टाइम का हिस्टोरिकल प्लेस है 18th सेंचुरी प्लेस। കൊള്ളാല്ലേ? खाली से लेफ्ट साइड में देखिएगा जो फर्स्ट बिल्डिंग है सर, पहले ब्रिटिश लोगों की प्रिंटिंग प्रेस हुआ करता है। इंग्लिश प्रेस के नाम पे जाना जाता था ब्रिटिश टाइम। और सेकंड बिल्डिंग पावर हाउस, और पावर हाउस का पीछे से एक छोटा स्विमिंग पूल ब्रिटेन में ബ്രിട്ടീഷുകാരുടെ പ്രസ് ഉണ്ടായിരുന്നില്ലേ? लेफ्ट साइड में जो ब्लैक कलर की बॉयलर दिख रही है ना सर, तो ब्रिटिश टाइम में सी वाटर को മയിലുണ്ടോ? मीठा पानी बनाते थे। लेफ्ट साइड व्हाइट बिल्डिंग से पहले ब्रिटिश टाइम का बेकरी था और अभी के टाइम में राइट साइड में जो चेयर लगा है सर, यहाँ पे लाइट एंड साउंड के लिए ലൈറ്റിനിങ് ഉണ്ട് കേട്ടോ, ലൈറ്റിനിങ് ഷോ ഉണ്ട്. लेफ्ट साइड में ऊपर यहाँ पे रेसिडेंस ऑफ कर्नल एडिसन का सप्लाई ऑफिस हुआ करते थे सर। ये वाला हाँ सर, जो फर्स्ट फ्लोर में इधर कोकोनट ट्रीज लगाए गए थे, ये पेड़ बाद में लगाए गए। ഇവിടോ നമ്മുടെ ഗൈഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റോസ് ഐലൻഡ് 1858 മുതൽ 1941 വരെ ബ്രിട്ടീഷുകാരുടെ ഭരണ കേന്ദ്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാലത്തിൽ അവർ പണി കഴിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ക്ലബ്ബ്, ക്വാർട്ടേഴ്സ്, ഫാമിലി ആയിട്ട് നിൽക്കുന്ന ക്വാർട്ടേഴ്സുകൾ, പിന്നെ പഴയ ചർച്ച്, പിന്നെ അവരുടെ പ്രസ്, അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവരുടെ സ്ട്രക്ചറിൽ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ എന്നാണ് അദ്ദേഹം കാണിക്കുന്നത്. കണ്ണി കൊത്തി സാധനം. अभी के टाइम का पावर हाउस है जो सर डीजल जनरेट से चलता है और इधर से साइलेंट का पावर सप्लाई और जो पावर हाउस है वो पहले एक चर्च हुआ करती थी, सेकंड चर्च रोमन कैथोलिक चर्च जो सर 1841 में चर्च बनाया गया। इस चर्च में रोमन कैथोलिक चर्च में मूर्ति रहते थे और प्रेसिडेंट नहीं रहते। साइड रेड कलर का बिल्डिंग 165 ब्रिटिश सोल्जर्स के लिए ट्रूप्स बैरक था, इसलिए सोल्जर्स के लिए गार्ड रूम इधर बनाया गया। और सर इधर से डिफेंस एरिया स्टार्टिंग होता है जो सर अभी के टाइम में इंडियन नेवी के अंडर है सर। नहीं कर सकते क्या? वही तो मैं बोला उस टाइम राहुल को। ഇതെന്ന് വെച്ചാൽ അവരുടെ ബോംബുകൾ, സ്ഫോടക വസ്തുക്കൾ, പിന്നെ തോക്കുകൾ, അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് നല്ല രീതിയിൽ ഉറപ്പുള്ള ഒരു കെട്ടിടമാട്ടോ ഇത്. അപ്പം അതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു ഈ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ, റോസ് ഐലൻഡിലെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പം ഇവിടെ ഒരു കറക്റ്റ് 25 മിനിറ്റ് നിർത്തിയിട്ടേക്കും. നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് പോയിട്ട് ഫോട്ടോസും കാഴ്ചകളും ഒക്കെ കാണാൻ. ഇവിടെ എവിടെ നോക്കിയാലും മാൻകുഞ്ഞുങ്ങളാട്ടോ, ഒരുപാട് മാനുകൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ മാനും മയിലും ഒരുപാടുണ്ട്. അപ്പം ഈ താഴേക്കാണ് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. അപ്പം ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ല രസമാട്ടോ. ആ ഒരു മഴക്കാറൊക്കെ ഏകദേശം മാറി. അപ്പോൾ ഇപ്പം നല്ലൊരു ബ്ലൂ കളറിൽ സീ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ താഴേക്ക് ഒരുപാട് സ്റ്റെപ്പുണ്ട്. താഴേക്ക് ഇറങ്ങാൻ വലിയ പാടില്ല, പക്ഷെ തിരിച്ചു കയറാനായിരിക്കും കുറച്ച് പാട്. വേണ്ട
ഫോട്ടോ എടുക്കണം, ഫോട്ടോയ്ക്ക് മങ്ങലാത്. ചേച്ചിയുടെ കൂടെ കുടയിൽ വെക്കാം. തട്ടല്ലേ തട്ടല്ലേ, രസമുണ്ട് കാണാൻ വെള്ളം അല്ലേ. നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, വെള്ളം ഉണ്ടോ നോക്കടാ അവിടെ. ഞാൻ മഴ ആസ്വദിക്കാൻ വന്നു. നീ മഴ ആസ്വദിച്ചോ, നാളെ പനിയായിട്ട് കിടക്കല്ലേ. ഇത് വേണം മാറ്റം, ഞാൻ ഒന്ന് നനയാം അല്ലേ. പിന്നെന്താ, മഴയുണ്ട് കേട്ടോ, പൊടിമഴയുണ്ട്. അവിടെ ആ അറ്റത്തോട്ട് കയറിക്കും, വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഷട്ടറിന്റെ സൈഡിലോട്ട് അങ്ങനെ നിൽക്കും. നാളെ സ്കൂളിലൊക്കെ പോകണ്ടേ. അങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലൊക്കെ കയറി. നല്ലൊരു വ്യൂ പോയിന്റ് ആട്ടോ, കുറച്ച് നടക്കാനുണ്ടെങ്കിലും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പോയിന്റ് തന്നെയാണ്. അപ്പം ഇവിടെ വരുമ്പോൾ ആരും റോസ് ഐലൻഡ് എന്തായാലും മിസ് ചെയ്യില്ല കേട്ടോ. റോസ് ഐലൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പണി കഴിപ്പിച്ച, ഇന്ന് നമുക്ക് കൗതുകമായിട്ട് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അവന്മാർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് നല്ല ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ഇത് ഒത്തിരി ഏക്കറുണ്ട് കേട്ടോ, ഒത്തിരി ഏക്കറുണ്ട്. നടക്കേണ്ടവർക്ക് നടന്ന് കാണാം, നടന്ന് ആസ്വദിക്കുന്നവരും ഉണ്ട്. പലരും പകുതി മുക്കാൽ പേരും വണ്ടി തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ആ ഒരു പോയ ഒരു പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. അവിടെയും ഒരുപാട് മാൻകൂട്ടങ്ങൾ, എവിടെ നോക്കിയാലും മാൻകൂട്ടങ്ങൾ തന്നെ. ഇതൊരു ഫോട്ടോ പോയിന്റ് ആട്ടോ, ഫോട്ടോ പോയിൻ്റാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. ഒരുപാട് മലനിരകളും മഞ്ഞും ഒക്കെയുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ആ ഒരു ഏരിയ. അങ്ങനെ ഈ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വേറൊരു ഐലൻഡിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു കറക്റ്റ് ഒരു 15 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ആ ഒരു ഐലൻഡിലേക്ക്, വൈപ്പർ ഐലൻഡ്. എനിക്കിത് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഗോസ്റ്റ് ഐലൻഡ് എന്നൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഒരു പ്രേത ഐലൻഡ്. അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് വന്നിറങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എന്തെന്ന് വെച്ചാൽ സെല്ലുലാർ ജയിലില്ലേ, സെല്ലുലാർ ജയിൽ പണിയുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു ജയിലാണ് ഈ ഒരു വൈപ്പർ ഐലൻഡിൽ ഉള്ളത്. കൂടാതെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇവിടെ വന്ന് ശിക്ഷിക്കുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വൈപ്പർ ഐലൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ അന്നത്തെ കാലത്തെ ഓരോ കെട്ടിടങ്ങളാട്ടോ, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളാണ്. ഒരുപാട് അണലികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അണലികളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു നിരപരാധികളെ കൊന്നിട്ട് കടലിലേക്ക് തള്ളുകയും പിന്നെ തൂക്കിലേറ്റി കടലിലേക്ക് തള്ളുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥലമാണിത്. ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഈ ഒരു ഏരിയ കറക്റ്റ് നമുക്ക് ശരിക്കും പേടിയാവും. ഇതെന്ന് വെച്ചാൽ ആ ഒരു തടവുകാരെ തൂക്കിലേറ്റി കടലിലേക്ക് എറിയുന്ന ഒരു സ്ഥലമാണിത്. അതിവിടെ ആൾക്കാർ വന്നിരുന്ന് ഒഴിക്കുന്നത്. ഇതാണോ നമ്മുടെ തുണികളൊക്കെ കൊണ്ടുപോയി ഇടുന്നില്ല. ഇഷ്ടംപോലെ ഇരിക്കും, അതോ ഒട്ടിയിരിക്കും. പ്രേതങ്ങളാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പറഞ്ഞാൽ മതി. ഭയങ്കര പാടായിരിക്കും തിരിച്ചിറങ്ങാനായിട്ട്.
സൈഡ് പിടിച്ചിറങ്ങേണ്ടി വരും. കൂടെ അടച്ചു വെക്കുന്നത് നല്ലത്. ഈ ഐലൻഡിലാണെങ്കിൽ ഒരു മനുഷ്യവാസി പോലും ഇല്ല. അത്രയ്ക്കും പേടി തോന്നുന്ന ഒരു ഐലൻഡാട്ടോ. ഈ ഒരു ഏരിയ കണ്ടില്ലേ, സുനാമി വന്ന സമയത്ത് കടലെടുത്ത ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അതുമാത്രമല്ല ഒരുപാട് തേങ്ങകൾ ഇഷ്ടംപോലെ കൊലകൊലയായിട്ട് താഴെ അനാഥമായിട്ട് കിടപ്പുണ്ട്, ആർക്കും വേണ്ട. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാഴ്ചയായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് പോവാണ്, ഉള്ളിലോട്ട് പോവാണ്. അപ്പോൾ എവിടെ എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്, കാടും ഈ ഒരു കടലും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഫുള്ള് ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഒരു വൈപ്പർ ഐലൻഡിലുള്ളത്. ഒരുപാട് പേര് മരിച്ച സ്ഥലമല്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടാവാൻ. കണ്ടില്ലേ, ദേ ആ ഒരു സ്ഥലത്താണ് തൂക്കിലൊക്കെ ഏറ്റുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് പോയാലും വലിയ കാടൊക്കെയാണ്, അതുകൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല. മഴ സമയത്ത് ഇവിടെയൊക്കെ നല്ല തെന്നലാട്ടോ. വെയിലത്ത് വരുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ, കാരണം വളരെ സൂക്ഷിച്ച് വേണം സ്റ്റെപ്പൊക്കെ ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ 2 ഐലൻഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.